ഓക്കെ. ഈ നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ബൈബിൾ സ്റ്റഡി, ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിക്ക് ബൈബിൾ സ്റ്റഡി നേതൃത്വം നൽകുന്നത് കോഷിയും മിനോയുമാണ്. അവരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന, പാട്ട്, മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ സമയം മിഥുൻ നമ്മളെ പ്രാർത്ഥനയെ നയിക്കും. തുടർന്ന് ആഷ്ലിയും രശ്മിയും ചേർന്ന് പാട്ടിന് നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സന്ധ്യാസമയത്ത് ഈ സൂം മീറ്റിങ്ങിലൂടെ, ഈ യങ് കപ്പിൾസ് ഫെലോഷിപ്പിന്റെ ഒരു ഓൺലൈൻ സൂമിലൂടെ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കാനും ഒക്കെ ഒരുക്കി തന്നു വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യണപ്പാ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ല കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് വരാവുന്ന ആപത്ത്, അനർത്ഥങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ വിടുവിച്ചില്ലപ്പാ. അനേകർ ഈ ലോകത്തു നിന്നെല്ലാം മാറ്റപ്പെട്ടപ്പോഴെല്ലാം അപ്പോഴെ കരങ്ങളിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച് വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പാ. തുടർന്നുള്ള ഓരോ ദിവസവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ നടത്താൻ പോകുന്ന ഈ സൂം മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. ഞങ്ങളുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. ഇന്ന് നടക്കുന്ന ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഇതിന് നേതൃത്വം നൽകുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണപ്പ. പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ അപ്പ. ആദ്യോടന്തം കൂടെ ഉണ്ടായിരിക്കണമപ്പ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണപ്പ. ഇനി കടന്നു വരാനുള്ളവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ അപ്പ. ആദ്യോടന്തം കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആഷ്ലിയ ചേച്ചിയും രശ്മി ചേച്ചിയും നമുക്ക് പാട്ട് കേൾക്കാവോ ഇതിനെ? കേൾക്കാം. കരുതുന്നവൻ ഞാനല്ലോ എന്ന പാട്ട്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ച് എന്നും നടത്തിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ച് എന്നും നടത്തിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈ
കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ശരി, താങ്ക് യു. സോ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ഗലേഷ്യൻസ് 1 ആണ്. അതപ്പം 2 ഭാഗമായിട്ടാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ. കേൾക്കാമോ? കേൾക്കാം കോച്ച്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഈ ഒരു സന്ധ്യാസമയം യങ് കപ്പിൾ ഫെലോഷിപ്പായിട്ട് ഒരുമിച്ച് കടന്നു വന്ന് ബൈബിൾ സ്റ്റഡി ആയിട്ട് ആയിരിക്കാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവെ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുവാനും അത് കർത്താവെ ജീവിതത്തിൽ പ്രയോജനപ്രദമാകുവാനും തക്കോണം സഹായിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും മനസ്സിലെ ധ്യാനവും അവിടുത്തെ നാമത്തെ പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. Good evening, everyone. Thanks for joining this Bible study as part of Young Couple Fellowship Initiative. I thank Nitin Itti for giving me this opportunity to share a few thoughts from the book of Galatians. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ ഞാൻ അതിനോട് അനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ ലേഖനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് മറ്റ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളെ അപേക്ഷിച്ച് ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ചർച്ചസിനായിട്ട് എഴുതപ്പെടുന്ന ഒരു ലേഖനമാണ്. ഏകദേശം 48 AD ഈ ലേഖനം എഴുതപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പല എക്സിസ്റ്റിംഗ് തിയറികളുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് 48 AD എഴുതപ്പെട്ടു എന്നുള്ളതും യെരുശലേം കൗൺസിലിന് മുമ്പായിട്ട് ഇത് എഴുതപ്പെട്ടു എന്നാണ് അതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ യെരുശലേം കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ടാണ് ഈ ലേഖനം എഴുതിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചസ് ഓഫ് ഗലേഷ്യ, ഗലാത്യ റീജിയനിലുള്ള, ഗലാത്യ പ്രദേശത്തുള്ള സഭകൾക്ക് എഴുതപ്പെടുന്ന ലേഖനമാണ് ഈ ഗലാത്യർക്കുള്ള ലേഖനം. അത് ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മിഷണറി ജേർണിക്ക് ശേഷം മിഷണറി ജേർണിയിൽ സ്ഥാപിക്കപ്പെട്ട സഭകളോട് പിന്നീട് ആവശ്യകത മനസ്സിലാക്കി അദ്ദേഹം എഴുതുന്ന ഒരു ലേഖനമാണ് ഗലാത്യർക്കുള്ള ലേഖനം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 13-ഉം 14-ഉം അധ്യായങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ബർന്നബാസിനോടൊപ്പം സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് തൻ്റെ സുവിശേഷ പ്രയാണം ആരംഭിച്ച് സൈപ്രസ് മുതലായ രാജ്യങ്ങളിൽ കൂടെ കടന്ന് അങ്ങനെ പിസീഡിയൻ ആന്റിയോക്കിൽ ചെന്നു
അവിടെ സഭകൾ സ്ഥാപിച്ചു. അതിനുശേഷം ഐക്കോണിയം, ലിസ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ പോയി. ഇതെല്ലാം ഇന്നത്തെ മോഡേൺ ടർക്കിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടുന്ന് ഡെർബയിൽ പോയി അവിടെയും സഭകൾ സ്ഥാപിച്ചു. തിരിച്ച് മടങ്ങി അറ്റാലിയ വരെയുള്ള പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സുവിശേഷ പ്രയാണത്തിൽ സ്ഥാപിച്ച സഭകളോട് പിന്നീട് അദ്ദേഹം ഒരു ആവശ്യകതയോട് അനുബന്ധിച്ച് എഴുതുന്ന ലേഖനമാണ് ഈ ലേഖനം. നമ്മൾ ഈ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായം, അതിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു അല്പം അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അത് എന്തുകൊണ്ട് എഴുതപ്പെട്ടു എന്നും എന്തുകൊണ്ട് മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആ വാക്യങ്ങൾ എഴുതുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ് ഈ പ്രദേശങ്ങളിൽ സഭകൾ സ്ഥാപിച്ചപ്പോൾ അവിടുള്ള ജെന്റൈൽസിനെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് നയിക്കുവാൻ തക്കോണം അവർക്ക് യഥാർത്ഥ സുവിശേഷം അറിയിക്കുകയും അങ്ങനെയാണ് അവിടെ സഭകൾ സ്ഥാപിക്കുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി പോയി മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു, those regions have been basically administered by false teachers, basically Judaizers, the people who believe that the Jewish principles are more important when it comes to the understanding of true gospel. The presence of such false teachers were influencing the Galatian Christians, and they were quite active in conversing with them. This is what Paul could understand while he came back when he was on his backward journey, and he could learn that. Basically, these Judaizers, they were trying to tell the Gentile Christians that they need to follow the Jewish practices of Old Testament, and that is more important when compared to the true gospel which Paul had tried to share. In fact, they were trying to advocate that we need to be first Jews, we need to follow the practices as part of the Old Testament, the legal aspects which is mentioned there, more than what Paul had tried to advocate in his first missionary journey. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ പ്രിൻസിപ്പിൾസിനേക്കാളും അധികമായിട്ട് യഥാർത്ഥ സുവിശേഷമാണ് അവിടെയുള്ള ആൾക്കാരോട് പറയുകയും ക്രിസ്തീയ ഒരു പാതയിലേക്ക് പോകുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത്, അങ്ങനെ അവർ ആ വിശ്വാസത്തിലായിരുന്നു. അതിന് ശേഷമാണ് അവിടെ സഭകൾ സ്ഥാപിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോയപ്പോൾ വീണ്ടും അവരെ വഴിതെറ്റിക്കുവാൻ തക്കോണം the teachers, the false teachers, Judaizers, they try to create some kind of situation where they try to influence the people who had already got converted to Christianity. They were also arguing the fact that Paul is not a person who can give a right perspective of the gospel. He is diluting what is important or what is needed as part of the true gospel. ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്, ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതുന്നത്. അതിന് ആവശ്യകത വളരെയധികം ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. Paul, an apostle, sent, ഇത് NIV വെർഷനിലാണ് ഈ വാക്യങ്ങൾ എടുത്തിരിക്കുന്നത്. Paul, an apostle, sent not from men nor by a man but by Jesus Christ and God the Father who raised him from the dead. 2ാമത്തെ വാക്യത്തിൽ പറയുന്നു, and all the brothers and sisters with me to the churches in Galatia. മറ്റ് ലേഖനങ്ങളിൽ നമ്മൾ ഒരു സഭയെക്കുറിച്ചാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ
ഗലാത്യയിലുള്ള നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ 4 സഭകളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ആദ്യത്തെ മിഷണറി ജേണിയിൽ സഭകൾ സ്ഥാപിച്ച 4 സ്ഥലങ്ങളിലുള്ള സഭകളോടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ മുൻ പറഞ്ഞ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ, അവിടെയുള്ള ഓൾറെഡി യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കിയ വിശ്വാസികളെ അവരെ വേറൊരു പാതയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. That means that he is facing an attack on his authority, on the genuineness of the message he tried to educate to the people of Galatia. For that reason, he is trying to convey 2 things. One is as a way of starting the epistle. He is writing about who is the author of that. Yes, Paul is the author of that, but he is also giving one more additional perspective, like I am not only the author of this epistle, but I am also a qualified author. A qualified author, credible enough to share this message to you. And he is writing this because his credibility is under question based on the false teachings which the people of Galatia had received. ഇവിടെ അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ പൗലോസ് അപ്പോസ്റ്റലൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഈ ഒരു സന്ദേശം അറിയിക്കാൻ അയക്കപ്പെട്ടവനാണ്. ഞാൻ ഇതിന്റെ ഓതറാണ്. കൂടാതെ എനിക്ക് ഇതിന് കിട്ടുന്ന ക്രെഡിബിലിറ്റി വേറെ ഒരിടത്തുനിന്നുമല്ല. എനിക്ക് കിട്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയും പിതാവായ ദൈവത്തിൽ കൂടെയും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പിതാവായ ദൈവത്തിൽ കൂടെയും എനിക്ക് ഈ ഒരു അധികാരം കിട്ടുന്നു. നിങ്ങൾക്ക് ഈ സന്ദേശം അറിയിക്കാൻ തക്കവണ്ണമുള്ള അധികാരം കിട്ടുന്നു. അപ്പൊ ആദ്യമായിട്ട് he is conveying his authority, the qualification of his authority, and more over on top of that, he is saying that his qualification comes from Jesus Christ, who had died for us and was risen from the dead, raised by God the Father. അങ്ങനെ ഒരു ക്വാളിഫിക്കേഷന്റെ പുറത്ത് ക്വാളിഫിക്കേഷനോട് കൂടെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പൗലോസ് അപ്പോസ്തലനോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വിശ്വാസത്തോട് കൂടെ പുള്ളിയുടെ സഞ്ചാരത്തിൽ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരോടൊപ്പമാണ് അദ്ദേഹം ഇത് എഴുതുന്ന എന്ന ഒരു കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനത്തിൽ അദ്ദേഹത്തോടൊപ്പം ദൈവം കൂടെ ആയിരിക്കാൻ തക്കോണം ഒരു കൂടെ ഉള്ളവരെ ആക്കിയിരുന്നു. അങ്ങനെയുള്ളവരോടൊപ്പം ആണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അപ്പോസ്തലനായിട്ട് ആണ് ഇത് അറിയിക്കുന്നതെങ്കിലും അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം മറ്റ് ആ വിശ്വാസത്തിൽ കൂടെ നിൽക്കുന്ന സഹോദരന്മാരുമുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനവും ഡോക്ടറിനെ മനസ്സിലാക്കിയ സഹോദരരുമുണ്ട് എന്ന് 2ാമത്തെ വാക്യത്തിൽ അത് പറയുന്നു. ഇത് ബേസിക്കലി ഇത് കൂടുതലായിട്ട് കൺവേ ചെയ്യുന്നത് the credibility and authority with which he is trying to write this message to the people of Galatia when they are in a sort of confusion or when they are getting distorted by a different message. This is basically to give additional qualification for the purpose why he is writing this epistle. ഇതിന്റെ ഈ അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ബേസിക്കലി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ മെസ്സേജ്, അതായത് അദ്ദേഹം അറിയിക്കുന്ന സുവിശേഷത്തിന്റെ അതോറിറ്റി, അതിന്റെ ഉദ്ദേശം ആണ് ഇവിടെ വെളിവാക്കുന്നത്. ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അതൊരു ഗ്രീറ്റിംഗ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു മെസ്സേജാണ്. We can see a pattern in all the epistles wherein Paul starts with a greeting to the people of that particular church or region. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ
പ്രധാനമായിട്ടും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന സുവിശേഷത്തിന്റെ ആധികാരികതയും അത് എന്തിനു വേണ്ടിയാണെന്നുള്ളതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഗ്രീക്ക് ആൾക്കാർ ബേസിക്കലി ദേ ഗ്രീറ്റ് വിത്ത് മെസ്സേജ് ഓഫ് ഗ്രേസ്. ഗ്രീക്ക് പദം ചാരിസ് എന്നാണ്, അത് അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയത്തില്ല, ചാരിസ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ജൂഷ് ആൾക്കാർ അവരുടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നത് ഒരു സമാധാനം, പീസ് എന്ന, ഷാലോം എന്ന ഹിബ്രു പദമാണ്. പീസ് എന്ന ആ ഒരു ആശയത്തോടാണ് അവരുടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ 3-ാം വാക്യത്തിൽ ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അതായത് ഗ്രീക്ക് രീതിയിലുള്ള പദപ്രയോഗം അതേപോലെ ജൂയിഷ് രീതിയിലുള്ള പദപ്രയോഗം രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സഭകളോട് തന്റെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് the importance of grace and peace that is more relevant for the people of Galatia because of the fact that grace gives releases us from the sin whatever we are having. Basically it conveys that Jesus died for us to give redemption of our sins. അതുപോലെ തന്നെ സമാധാനം ആവശ്യമുള്ള ഒരു സാഹചര്യമാണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല മെസ്സേജസും വരുന്ന സാഹചര്യത്തിൽ സമാധാനവും വേണം. അങ്ങനെ രണ്ടും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ ലേഖനത്തിൽ അവരോടുള്ള ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നത്. ഈ ഗ്രേസ് ആൻഡ് പീസ്, രണ്ട് കൃപയും സമാധാനവും രണ്ടും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തരുന്ന ദൈവത്തെക്കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ gospel, the true gospel, what he has tried to emphasize right from the starting of establishing his churches as part of his first missionary journey, as well as now when he writes this letter, the message of the gospel what he is trying to convey is that it is not our goodness or our righteousness or the principles or the legal aspects which are there in the Old Testament or things which we follow, but rather it is the salvation we get by the death of Christ on the cross. അതിനെക്കുറിച്ചാണ് ഈ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ത്രൂ ഔട്ട് പറയാനായിട്ട് തുടർന്നുള്ള അധ്യായങ്ങളിലും അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ 3-4 വാക്യങ്ങളെ കുറിച്ച്, ഗോസ്പലിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദ ട്രൂ ഗോസ്പൽ, അതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ഈ 2 വാക്യങ്ങളിൽ നിന്ന് ലഭിക്കും. ഒന്ന്, ദ സോഴ്സ് ഓഫ് ദ ഗോസ്പൽ. The source of the gospel is from God the Father. പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് നമുക്ക് സുവിശേഷം ലഭിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് ദി എസൻസ് ഓഫ് ദ ഗോസ്പൽ, അതായത് ഇതിന്റെ ഹൃദയം അല്ലെങ്കിൽ അതിന്റെ അന്തസത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസ് ഗേവ് ഹിംസെൽഫ് ഫോർ redeeming us from our sins. അതുപോലെ തന്നെ ഈ സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? ദ പർപ്പസ് ഓഫ് ദ ഗോസ്പൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റെസ്ക്യൂ us even today, after years after or ages after while we are in this world, we are living in a evil age, in a world of wickedness. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് കുരിശിൽ യാഗമായി തീർന്ന യേശുവിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ രക്ഷയുടെ പദ്ധതി, അതാണ് സുവിശേഷത്തിന്റെ പർപ്പസ്. അതുപോലെ തന്നെ ഇതിന്റെ ഫലം എന്താണ്? ദ ഫ്രൂട്ട് ഓഫ് ദ ഗോസ്പൽ, അതാണ് ദ ഗ്രേസ് ആൻഡ് പീസ് വിച്ച് ഹി ഈസ് ട്രൈങ് ടു കൺവേ ഫ്രം ഗോഡ് അവർ ഫാദർ ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നമ്മൾ ഈ 3-4 വാക്യങ്ങളിൽ അതൊരു ഗ്രീറ്റിംഗ്സിന്റെ രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതെങ്കിലും അതിൽ അദ്ദേഹം ഈ ലേഖനത്തിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ സാരാംശം അടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥ സുവിശേഷം എന്താണെന്നും കൃപയുടെ ആധാരം അല്ലെ കൃപയുടെ പ്രാധാന്യം എന്താണെന്നും ഇതിവിടെ പറയാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഈ സന്ദേശം അദ്ദേഹത്തിന്റെ ആധികാരികത പറയുന്നു, സുവിശേഷത്തിന്റെ ആധികാരികത പറയുന്നു. അപ്പോഴും അദ്ദേഹം അവസാനിക്കുന്നത് ആ 5-ാമത്തെ വാക്യത്തിൽ എന്തിനാണ് ഇത് പറയുന്നത്? ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ദി അൾട്ടിമേറ്റ് ഹിസ് മോട്ടീവ് ഈസ് ബേസിക്കലി ദ ഗ്ലോറി ഓഫ് ഗോഡ്.
സോ അതാണ് നമുക്ക് 5th വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ടു ഹും ബി ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ. ഇങ്ങനെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നമ്മൾ ഒരു ഗ്രീറ്റിംഗ്സിന്റെ ഫോർമാറ്റാണ് അദ്ദേഹത്തിന്റെ മറ്റു ലേഖനങ്ങളിലുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. പക്ഷെങ്കിൽ അദ്ദേഹം ഇത് എഴുതുന്നതിന്റെ സാഹചര്യം അല്പം വ്യത്യാസമാണെന്നേ ഉള്ളൂ. അത് തുടർന്ന് നമുക്ക് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ മറ്റ് ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ മറ്റ് ലേഖനങ്ങൾ നമ്മൾ ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഞാനവിടെ റെഫറൻസസ് എഴുതിയിട്ടില്ല, എന്നാലും ഞാൻ ഇന്റർനെറ്റിൽ കൂടെ ഒക്കെ വായിച്ച് മനസ്സിലാക്കി മറ്റ് ലേഖനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗ്രീറ്റിംഗ്സിന് ശേഷം ഒരു സ്തോത്രാർപ്പണത്തിന്റെ ഭാഗമോ താങ്ക്സ് ഗിവിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അപ്രീഷിയേഷൻ ഒക്കെ കൺവേ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഇവിടെ അതിൻ്റെ അല്പം വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ലെറ്റർ പ്രൊസീഡ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഒരു നർമ്മ രീതിയിലുള്ള ഒരു ഭാഗം വായിക്കുകയുണ്ടായി. ഒരു വീട്ടില് ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ വീട്ടിലൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ വർക്ക്ഷോപ്പ് നടത്തുന്ന അദ്ദേഹത്തിന് അതിന്റെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ആരും അങ്ങനെ ശല്യപ്പെടുത്തുന്നതൊന്നും താല്പര്യമുള്ള കാര്യമല്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അവിടെ വീട്ടിൽ തന്നെയാണ്, അവിടെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് ഇങ്ങനെ വന്ന് അവിടെ നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് നോർമലായിട്ട് ഇങ്ങനെ വേറെ കാര്യങ്ങളിൽ, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒന്നും അങ്ങനെ തിരിച്ചൊന്നും ചോദിക്കാതെ തൻ്റെ വർക്ക് തുറന്നുകൊണ്ട് ഇരുന്നു. അദ്ദേഹം ഏകദേശം തീരാറൊക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ വൈഫ് അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഇത് വർക്ക് തീരുന്ന ഏകദേശം അവസാനമായിട്ടും വൈഫ് അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും നേരം അവിടെ നിൽക്കുന്നതെന്നൊരു അതിശയമായിട്ട് തോന്നി. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. വൈഫ് പറഞ്ഞു, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാതിരുന്നത്. പക്ഷെ നമ്മുടെ വീടിന്റെ ഒരു കോമ്പൗണ്ട് ഭാഗത്ത് ഒരു ഭയങ്കര തീ ഉണ്ട്, അത് ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഈ ഒരു ഉദാഹരണം പറയാനായിട്ട് ഉദ്ദേശിച്ചത്, മറ്റ് ലേഖനങ്ങളെ അപേക്ഷിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഒരു വളരെ ഒഫൻസീവായിട്ടോ അല്ലെങ്കിൽ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മോഡിലേക്കാണ് 6ഉം 7ഉം വാക്യങ്ങളിൽ പോകുന്നത്. മറ്റ് ലേഖനങ്ങളിൽ ഒരു താങ്ക്സ് ഗിവിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു അപ്രീഷിയേഷന്റെ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഗ്രീറ്റിംഗ്സിന് ശേഷം പോകുന്നതെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് ഹീസ് എക്സ്പ്രസിങ് ഹിസ് ആങ്സൈറ്റി. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഗ്രേവ് കൺസേൺ. ദാറ്റ്സ് വൈ ഹി ഈസ് റൈറ്റിംഗ് ദിസ് epistle. He is basically anxious and he is worried that the gospel which he tried to convey was distorted, and all the efforts he has done as part of his first missionary journey was basically turning to of no use because of the way the people have turned out. So it's basically a firefighting situation which he is trying to address. അങ്ങനെയാണ് ഈ ഒരു 6ഉം 7ഉം വാക്യങ്ങൾ മുതൽ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു സ്വല്പം വറീഡായിട്ടോ അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു രീതിയിലാണ് കാണുവാൻ സാധിക്കുന്നത്. 6ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, I am astonished that you are so quickly deserting the one who called you to live in the grace of Christ and are turning to a different gospel. തുടർന്ന് 7ാമത്തെ വാക്യത്തിൽ പറയുന്നു, which is really no gospel at all. നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് ഒരു സുവിശേഷം മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ച് നിൽക്കുവാനുമാണ്. അങ്ങനെയുള്ള നിങ്ങൾ അതിൽ നിന്ന് വേർതിരിഞ്ഞ് ഇത്ര പെട്ടെന്ന് വേറൊരു സുവിശേഷം മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിന്റെ പുറകെ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെടുകയാണ്. അത് കൂടാതെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ടീച്ചിങ്സ്, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഗോസ്പൽ. He is also saying that you, by going for something which is not at all a gospel, thereby you are deserting God. Because
God had given you the true gospel, which is based on the grace of Jesus Christ. അതിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് വേറൊരു പഠനത്തിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് മാറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വളരെ സർപ്രൈസിങ് അല്ല, അസ്റ്റോണിഷിങ് ഫാക്റ്റ് ആയിട്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഈ അടിസ്ഥാനമില്ലാത്ത കാര്യത്തിന്റെ നിങ്ങൾ പോകുന്നു, കൂടാതെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെ ഇതിലേക്ക് നയിക്കുവാൻ, നിങ്ങളെ ഇതിലേക്ക് കൺഫ്യൂസ്ഡ് ആക്കുവാൻ ചിലര് ശരിയായ സുവിശേഷം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ഇത് യഥാർത്ഥ വിശ്വാസത്തെ, യഥാർത്ഥ സുവിശേഷത്തെ ഉപേക്ഷിച്ച്, അത് ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. കാരണം ദൈവകൃപയിൽ നിന്നാണ് നിങ്ങൾക്ക് യഥാർത്ഥ സുവിശേഷം ലഭിച്ചത്. അതിനെ നിങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് ഒരു വേറൊരു പഠനമല്ല, ടീച്ചിങ്ങിലേക്ക് പോകുന്നത് എന്നെ വളരെ ആശങ്കാകുലനാക്കുന്നു എന്നാണ് ഈ വാക്യങ്ങളിൽ കൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ ഇത് സ്ട്രെസ് ചെയ്യുന്നതിന്റെ ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഈസ് ഓൺലി വൺ ഗോസ്പൽ. നമ്മൾ ആ സത്യത്തെ, നമ്മൾ മനസ്സിലാക്കിയ ആ സത്യത്തെ, അതിനെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെ തിരസ്കരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു കോണ്ടെക്സ്ച്വൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു വളരെ സന്തോഷത്തോടു കൂടെയോ അല്ലെങ്കിൽ വളരെ ഒരു പീസ്ഫുള്ളായ രീതിയിൽ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കില്ല. കാരണം ഒന്ന്, അദ്ദേഹം യഥാർത്ഥ വിശ്വാസത്തെ അല്ലെ സത്യങ്ങളെ ഡൈല്യൂട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ഒരു പ്രചരണം നടക്കുന്നു ബൈ ദ ഫോൾസ് ടീച്ചേഴ്സ്, ദ ജുഡൈസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മോർ ഓവർ, ബേസിക്കലി ഈ ഒരു സാഹചര്യത്തിലായിരിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പുറകെ ആളുകൾ പോകുന്നു. അതിന്റെ പുറകെ ആളുകൾ പോകുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അതോറിറ്റി അത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നു. അത് അദ്ദേഹം, എന്നെ അയച്ചവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്, കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ല, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവവും ആണ് എന്നെ ഇതിനെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്തു. രണ്ടാമത് അദ്ദേഹം നേരിടുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ ഗോസ്പൽ ഏതാണെന്ന് ഒരു കൺഫ്യൂഷനിലേക്ക് ആൾക്കാരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അങ്ങനെ ഈ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സ്ഥാപിച്ച സഭകൾ എന്ന നിലയിലും അദ്ദേഹം ഉദ്ദേശിച്ച ആ രക്ഷണ്യ പദ്ധതിക്ക് സാധ്യമാകുന്ന ശരിയായ സുവിശേഷത്തിൽ നിന്ന് ആ ജനങ്ങൾ പോകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ വാക്യങ്ങൾ എഴുതുന്നത്. അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ 8ഉം 9ഉം വാക്യങ്ങൾ, ഇവിടെ അദ്ദേഹം ഒരു പടിയുടെ മുൻപോട്ട് കടന്ന് അദ്ദേഹം തനിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പദവിയുടെ ആ ഒരു ക്വാളിഫിക്കേഷന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പടിയോട് മുന്നോട്ട് പോയി പറയുകയാണ്. ബട്ട് ഈവൻ ഇഫ് വി ഓർ an angel from heaven should preach a gospel other than the one we preach to you, let them be under God's curse. 9ാം വാക്യത്തിൽ പറയുന്നു, as we have already said, so now I say again, if anybody is preaching to you a gospel other than what you accepted, let them be under God's curse. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം, പിതാവായ ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്ക് ലഭിച്ച ആ കൃപയെ തിരസ്കരിച്ചുകൊണ്ട് ഏതെല്ലാം ശരിയായ അനുഷ്ഠാനങ്ങളാണെങ്കിലും ഏതൊക്കെ പഠിപ്പിക്കലുകൾ ഫോളോ ചെയ്താലും അതൊരിക്കലും നമ്മളെ രക്ഷയിലേക്ക് എത്തിക്കത്തില്ലെന്ന് ഉത്തമ ബോധ്യമുള്ള അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആ ആധികാരികതയുടെ പേരിൽ, ആ ആധികാരികതയുടെ ബലത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്, ആരെങ്കിലും ഈ നിങ്ങൾക്ക് കിട്ടിയ ശരിയായ സുവിശേഷത്തിന് വിഘാതമായ രീതിയിൽ ആരെങ്കിലും നിങ്ങളെ വേറെ രീതിയിൽ നയിക്കുന്നുണ്ടെങ്കിൽ they are accursed by God. അവർ ശപിക്കപ്പെട്ടവരാണ്. അത് ഇനിയും ദൂതൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എത്ര ക്രെഡിബിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് വന്ന് പറഞ്ഞാലും, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ ട്രൂ ഗോസ്പൽ. വാട്ട് ഈസ് ദ ട്രൂ ഗോസ്പൽ ഈസ് നത്തിങ് ബട്ട് ദി
sacrificial death of Jesus Christ for redeeming us from our sins, which God the Father has given us by his grace. അതാണ് ശരിയായ സുവിശേഷം. ഇനിയും ഈ പഠിപ്പിക്കലുകളിൽ പറയുന്ന മോശയുടെ ന്യായപ്രമാണം അതല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള പല അടിസ്ഥാനം, അത് ബേസിക്കലി ജൂവിഷ് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവരുടെ അടിസ്ഥാനത്തിൽ അവരുടെ ടീച്ചേഴ്സ് ജുഡൈസേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ജൂവിഷ് ലോസ് ഫോളോ ചെയ്യുക. ലോസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് പോൾ ഈസ് ട്രൈങ് ടു ടെൽ യു. നിങ്ങൾ ആ ലോസ് ആദ്യം ഫോളോ ചെയ്യുക, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ക്രിസ്ത്യാനികളാകുവാൻ സാധിക്കുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾക്ക് അതൊന്നും ബാധകമല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ കൃപയിൽ ജീവിക്കാനുള്ള മനസ്സ്, അത് മാത്രമാണ് ദൈവത്തെങ്കിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ കഴിയുന്നതെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു. അതുവഴി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാനുള്ള വഴി തുറന്നു തരികയാണ്. നമുക്ക് ആർക്കും ഒരു തടസ്സവും ദൈവത്തിലേക്ക് ചെല്ലുവാൻ, ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ നമുക്ക് ആർക്കും ഒരു ന്യായപ്രമാണത്തിന്റെയോ ഒരു നിയമത്തിന്റെയോ തടസ്സമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് യാഗമായി നമ്മുടെ പാപങ്ങളെ വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്തു എന്നുള്ള ആ വിശ്വാസത്തിൽ, ആ ദൈവിക കൃപയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ആ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ, ദൈവത്തിന്റെ സൽവിഫിക് ആ പ്ലാനിൽ നമ്മൾ ഭാഗമാകും. അതാണ് യഥാർത്ഥ സുവിശേഷം എന്നാണ് വിശുദ്ധ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെയോ മോശയുടെ ന്യായപ്രമാണത്തിന്റെയോ ജൂവിഷ് പ്രിൻസിപ്പിൾസിന്റെയോ അല്ലെങ്കിൽ നിയമങ്ങളുടെയോ ഒന്നും ഒരു തടസ്സവും നിങ്ങൾക്ക് അതിനുണ്ടാകുകയില്ല എന്ന് ഉള്ള കാര്യം ഉറച്ച വിശ്വാസത്തോടുകൂടെ വീണ്ടും ഇവിടെ പറയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് വന്നു. അവരെ തെറ്റിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും സ്ട്രോങ് ആയ രീതിയിൽ പറയേണ്ടതായിട്ട് വന്നതായിട്ട് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ 10ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് സ്വയമേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുവാൻ ശ്രദ്ധിക്കുന്നത്? ഞാൻ ജനങ്ങളെ പ്രീതിപ്പെടുത്തണോ? നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ ഞാൻ സംസാരിക്കണോ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാവണ്ണം പറയുവാൻ എന്നെ അയച്ചവനെ ഞാൻ അനുസരിക്കണം? ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം പറയുകയാണ്. ഞാൻ നിങ്ങളെ പ്രീതിപ്പെടുത്തുവാനാണ്, ഞാൻ അല്ലെങ്കിൽ ഈ ജൂവിഷ് ടീച്ചേഴ്സിന്റെ അനുസരിച്ച് ഞാൻ സംസാരിക്കുവാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ക്രിസ്തുവിന്റെ അനുയായി ആകുകയില്ല, ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. ഇവിടെ പോളിന്റെ ശരിയായ ഉദ്ദേശശുദ്ധി ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനപ്പുറമായിട്ട് ഒരു രക്ഷണീയ പദ്ധതി അല്ലെങ്കിൽ അതിനപ്പുറമായിട്ടൊരു കൃപ നമ്മളുടെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അത് കൂട്ടാനും പോകുന്നില്ല, കുറയ്ക്കാനും പോകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസം അത് തന്നെയാണ് ദൈവനാമഹത്വത്തിനും ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ട് നമുക്ക് ആ രക്ഷണീയ പദ്ധതിയിൽ ഭാഗമായി തീരുവാനും സാധിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അടിയുറച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഈ അല്ലാതെ വരുന്ന ചിന്താഗതികൾ, അതായത് you have to follow the laws, whatever is there, you have to adhere to that to be true Christians and that is the gospel എന്നുള്ള ആ കാര്യങ്ങളെ ദൈവത്തിലേക്ക് അവരെ എത്തിക്കുന്നതിൽ കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ബോധ്യമാണ് ഈ വാക്കുകളിൽ കൂടെ അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിക്കും. Paul is serving God, not man. So he has a power in the message of God that no man can have by creating his own and that no man can remove through denial of the truth. അദ്ദേഹം തൻ്റെ നേതാവായ ക്രിസ്തുവിൽ ആണ് അടിയുറച്ച് വിശ്വസിക്കുന്നതും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഈ ആദ്യത്തെ 10 വാക്യങ്ങളിൽ കൂടെ ഗലാത്യ സഭകൾക്കുള്ള ഒരു സന്ദേശം, അതിൻ്റെ ഒരു ആമുഖമാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ചുരുക്കമായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ഗലാത്യർക്ക് ഒരു പുതിയ നിയമ സത്യം, അത് വേറൊന്നുമല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിൽ കൂടെ മാത്രമാണെന്നുള്ള ആ ഒരു സത്യം അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന് 16-ാം വാക്യത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് അലോൺ. കൂടാതെ they are not sanctified not by legalistic works
but by the obedience that comes from faith in God's work for them, in them and through them, by grace and power of Christ and the Holy Spirit. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗലാത്യ ലേഖനത്തിൽ കൂടെ അദ്ദേഹം പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശരിയായ സുവിശേഷം, നമ്മുടെ രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിൽ കൂടെയാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് യോഗ്യതയില്ലാത്തവരായ നമ്മൾക്ക് വാട്ട് വി റിസീവ്ഡ് ആസ് എ ഫ്രീ വിൽ ഫ്രം ഗോഡ്, ഹിസ് ഗ്രേസ്, അത് സ്വീകരിക്കുവാനും അതിൽ ജീവിക്കുവാനും അതിനനുസരണമായിട്ട് ദൈവവുമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതോ നമ്മൾ അനുഷ്ഠാനങ്ങളും മറ്റ് ആചാരങ്ങളിലും ഒക്കെ പ്രാധാന്യം കൊടുത്ത് അത് നമ്മളെ ഒരു രക്ഷണ പദ്ധതിയിൽ എത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കും. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ആ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിൽ നമ്മളെ വീണ്ടെടുത്ത ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ തക്കോണം ഈ ഒരു ലേഖനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു മെസ്സേജോടുകൂടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. താങ്ക് യു കോസ്റ്റ. സോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ബിനോയ് ചാച്ചനെ ക്ഷണിക്കാം. ഹലോ, മനോജ് കേൾക്കാം. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്കൊരു ബൈബിൾ സ്റ്റഡി ഒരുക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അച്ഛനോടും നിതിനോടുമുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഓൾറെഡി കോശി ഞാൻ പറയേണ്ട പല കാര്യങ്ങളും കോശി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വളരെ ചുരുക്കമായി, കോശി ഓൾറെഡി അതിന്റെ ഗലാത്യർ ലേഖനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം കോശി ഓൾറെഡി 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. അതിൽ നമുക്ക് ഒന്നുകൂടെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത് അവിടെയുള്ള സത്യസുവിശേഷത്തിൽ നിന്ന് ഗലാത്യർക്കുണ്ടായ വ്യതിചലനത്തെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ദുരുപദേശങ്ങൾക്കെതിരായി ഗലാത്യർക്ക് വേണ്ടി പൗലോസ് എഴുതുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ നിന്ന് അതിനെ മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന ചിലർ അവരുടെ ഇടയിൽ കയറുകയും അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പൗലോസ് തന്റെ സുവിശേഷം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം സുവിശേഷം എഴുതുകയുണ്ടായി. അതുപോലെ വിശ്വാസത്തിലുള്ള രക്ഷയെ ന്യായപ്രമാണവുമായി കൂട്ടിക്കുഴയ്ക്കുവാൻ ചിലർ അവിടെ ശ്രമിക്കുന്നതായി പൗലോസിന്റെ അറിവിൽ പെടുകയും അതിനെ ശക്തിയുക്തമായി എതിർക്കുകയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത ഒരു 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്ക് ശേഷം അതിന്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പൗലോസ് അവിടെ തന്റെ മിനിസ്ട്രി അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷയെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കോശി ആദ്യം പറഞ്ഞതുപോലെ പൗലോസ് ആദ്യം ഗ്രീറ്റിംഗ് ചെയ്തു. അതിനുശേഷം ലേഖനങ്ങളിൽ എല്ലാത്തിനും വ്യത്യസ്തപരമായി പൗലോസ് വളരെ ഒരു ആൻസൈറ്റി ആയിട്ടാണ് ആ 6ഉം 7ഉം വാക്യത്തിൽ കോശി പറഞ്ഞതുപോലെ പൗലോസ് തന്റെ താൻ പറഞ്ഞ സുവിശേഷം അല്ലെങ്കിൽ താൻ പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ പൗലോസിന്റെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങൾ അതെല്ലാം പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ തന്റെ ലേഖനത്തിലൂടെ എഴുതുകയുണ്ടായി. അതിനുശേഷം നമ്മൾ അതിന്റെ 11ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ പൗലോസ് ഇങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടല്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ അത് പ്രാപിച്ചത്. He said, Paulus പറയുകയാണ്, for I want you to know, believers, that the gospel which was preached by me is not man's gospel. Is not man's gospel. ഇത് മാനുഷികമല്ല എന്ന് പൗലോസ് പറയുമ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാനുഷികമല്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ മാൻസ് ഗോസ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ഇൻവെൻഷൻ.
ഇത് മനുഷ്യൻ നിർമ്മിച്ചതല്ല, മനുഷ്യനാൽ കണ്ടുപിടിച്ചതുമല്ല, മാനുഷികമല്ല, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മാൻസ് ഗോസ്പൽ എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഒരു മനുഷ്യന്റെ നിർമ്മിതിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കണ്ടുപിടുത്തത്താൽ വന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ഇൻവെൻഷൻ. പിന്നെ അതിനകത്ത് ഇറ്റ് ഈസ് നോട്ട് എ പാറ്റേൺ ആഫ്റ്റർ എനി ഹ്യൂമൻ കൺസെപ്റ്റ്. മനുഷ്യന്റെ ആശയത്തെ അല്ലെങ്കിൽ അതിന്റെ മനുഷ്യന്റെ ഐഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഉത്ഭവിച്ചതല്ല ഈ സുവിശേഷം. ക്രിസ്തുവിന്റെ രക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുക, ന്യായപ്രമാണത്തിനെ അല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഐഡിയയിൽ നിന്നുണ്ടായതോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആശയത്തിൽ നിന്ന് ഉത്ഭവിച്ചതോ അല്ല. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത്, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ ഇത് അത്രേ പ്രാപിച്ചത്. ഇറ്റ് ഈസ് എ റെവലേഷൻ ഓഫ് ജീസസ്. ഐ റിസീവ്ഡ് ഇറ്റ് ത്രൂ എ റെവലേഷൻ ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ ഇത് പ്രാപിച്ചത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, പൗലോസ് വളരെ ആൻസിയായിട്ട് അല്ലെ, പൗലോസ് വളരെ അഗ്രസീവായിട്ട് ഇവിടെ ലേഖനത്തിൽ എഴുതുകയാണ്. പൗലോസിന്റെ ശുശ്രൂഷയെ അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിലെ പൗലോസ് പറഞ്ഞ ശുശ്രൂഷ ജീവിതത്തിന് എതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ കളങ്കം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നേരിടുമ്പോൾ പൗലോസ് തന്റെ ശുശ്രൂഷയെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. പൗലോസ് പറയുന്ന ഒരു കാര്യം വീണ്ടും ഞാൻ പറയട്ടെ, ഇത് മാനുഷികമല്ല, ഇറ്റ്സ് നോട്ട് എ മാൻ മെയ്ഡ്. ഇത് മനുഷ്യനാലല്ല, എനിക്ക് ക്രിസ്തു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചത്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും 13-ാം വാക്യം, യഹൂദ മതത്തിലെ എന്റെ മുൻകാല ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും. പിന്നീട് പൗലോസ് പറയുക, എനിക്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ, എന്റെ പാരമ്പര്യത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ, അത് എന്റെ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. പൗലോസ് തന്റെ ശുശ്രൂഷയെ അല്ലെങ്കിൽ തന്റെ സുവിശേഷം താൻ പറയുന്ന ശുശ്രൂഷയിലെ കാര്യങ്ങളെ കുറിച്ച് ഡിഫെൻഡ് ചെയ്യുമ്പോൾ പൗലോസ് പറയുക, യഹൂദ, നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് സുവിശേഷത്തിൽ വന്ന വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പറയുകയും അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ചിലർ യഹൂദർ അവർ ഇടയിലേക്ക് കടന്നു വരികയും യഹൂദപരമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ വരികയും ചെയ്യുമ്പോഴാണ് പൗലോസോടെ വളരെ വ്യക്തമായി തന്റെ പാരമ്പര്യത്തെ കുറിച്ച്, നിങ്ങൾ ഇത് അറിയുകയാണെങ്കിൽ എന്റെ പാരമ്പര്യം എങ്ങനെയാണ്, അതൊന്ന് നോക്കുകയാണെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യത്തിലേക്ക് വേഗം ഒന്ന് പോകാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യം. ഇവിടെ പൗലോസ്, എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുവാൻ കാരണം, പൗലോസ് തന്റെ പാരമ്പര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ തനിക്ക് യഹൂദ മതത്തിലുള്ള ആ ഗ്രാഹ്യത്തെ കുറിച്ച് പൗലോസ് വളരെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 3-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. I have far more circumcised when I was 8 days old, of the nation of Israel, of the tribe of Benjamin, a Hebrew of Hebrews, and as to the law a Pharisee, as to my zeal a persecutor of the church, and as to righteousness which fellow is in the law, I proved myself blameless. ഇവിടെ പൗലോസ് തന്റെ പാരമ്പര്യത്തെ കുറിച്ച് വളരെ അതിശക്തിയായി പൗലോസ് പറയുക, ഞാൻ യഹൂദർ ഇടയിൽ പഠിച്ചു വളർന്നു വന്ന എന്റെ ഗോത്രം എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഗോത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ ഇന്ന് കൂടെ പഠിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി നമ്മളോട് എല്ലാവരോടും പറയുവാനുള്ള ഒരു കാര്യം, ഈ ലേഖനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നത് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നമുക്ക് ഇന്ന് കോശി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു, ബാക്ക്ഗ്രൗണ്ടിലെ ലേഖനങ്ങൾ എഴുതിയതിനെ കുറിച്ച് സംസാരിച്ചു, പൗലോസ് എന്തുകൊണ്ട് എഴുതുന്നു എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു, പൗലോസിന്റെ ജീവിത യാത്രകളെ കുറിച്ച് കോശി സംസാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് വരുമ്പോൾ
എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വളരെ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ പുകഴാറുണ്ട്, പുകഴ്ച വരുത്താറുണ്ട്. ഞാൻ ഇന്നതായിരുന്നു, അല്ലെങ്കിൽ എന്റെ പിതാവ് ഇങ്ങനെ ആയിരുന്നു, ഞാൻ ആയിരിക്കുന്ന സഭയിൽ ഞങ്ങൾ നമ്മൾ പലപ്പോഴും പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്റെ മുൻ തലമുറക്കാർ ഇങ്ങനെയാ ചെയ്തു പോന്നെ, അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യുന്നു. എന്നാൽ പൗലോസ് ഇവിടെ നോക്കിയേ, ഞാനിത് പറയുന്നത് ചിലപ്പോൾ ഇച്ചിരി കോൺട്രവേഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ തെരുമാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്ന അതിനുശേഷം അതിന്റെ 15 മുതൽ 24 വരെ അതിന്റെ വാക്യങ്ങൾ നോക്കുവാണെങ്കിൽ അത് ഒറ്റ ലൈനായിട്ട്, ഒറ്റ ഒരു വാക്യമായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അത് ഒരു മുറിച്ചൊന്നും വായിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം പൗലോസ് പറയുകയാണ്, എനിക്ക് എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അവിടെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് തന്റെ ശുശ്രൂഷ ജീവിതം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം. പൗലോസ് വളരെ അത്യന്തമായി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുകയും, യഹൂദരുടെ ഇടയിൽ അന്ന് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അവർ വളരെ യഹൂദർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പൗലോസ്, നമുക്കറിയാം, നമ്മൾ പൗലോസിന്റെ ജീവചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പൗലോസ് അതിന്റെ മുന്നിൽ നിന്നാ. പക്ഷെ പൗലോസ് ഇവിടെ ക്രിസ്തുവിനെ ഉള്ള രക്ഷയെ തിരിച്ചറിയുകയും, അപ്പോൾ പൗലോസ് പറയാ, എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച എന്റെ ദൈവം, തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അപ്പം പൗലോസ് ഇങ്ങനെ പറയുന്നേ, എന്നിൽ പ്രസാദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ആരോടും ഒന്നും ചോദിച്ചില്ല. ഞാൻ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകണം, അല്ലെങ്കിൽ എന്റെ മുന്നിൽ അല്ലെ അന്നത്തെ അപ്പോസ്തലന്മാർ, അതാണ് പൗലോസ് താഴോട്ട് പറയുന്നത്, എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരോ അവർ അടുക്കിലേക്കോ, അല്ലെങ്കിൽ അന്നത്തെ നമുക്കറിയാം ആക്ട്സ് ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യെരുശലേമിലേക്ക് യെരുശലേം കൗൺസിൽ കൂടുന്നത് കാണാൻ സാധിക്കും. അവിടെ പൗലോസ് അപ്പോസ്തലന്മാർ അവർ കൂടി നിന്ന് ഓരോരുത്തരെ ശുശ്രൂഷയ്ക്ക് അയക്കുന്ന കാണുവാൻ സാധിക്കും. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ഇവർ ഒരിക്കലേക്ക് പോയില്ല. എന്റെ ദൈവം എന്നിൽ വെളിപ്പെട്ടപ്പോൾ, ജാതികളുടെ ഇടയിലേക്ക് സത്യസുവിശേഷം അറിയിക്കുവാൻ എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഇവരോടൊന്നും ആലോചിക്കാതെ ഞാൻ അങ്ങ് എവിടോട്ട് പോയെന്ന് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, അറേബ്യയിലേക്കും ദമസ്കസിലേക്കും പിന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയാണ് പൗലോസ് തന്റെ മിഷണറി ജീവിതം, മിഷണറി യാത്ര ആരംഭിക്കുന്നത്. ഇതെങ്ങനെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിക്കേഷൻ, നമ്മുടെ ലൈഫിൽ ഇതുമായിട്ട് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ അതാണ് ഇത് കോൺട്രവേഴ്സി എന്ന് പറയുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ഇങ്ങനെ നിന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു വെളിപാടുണ്ടായി. ഞാൻ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് കൂടെ വന്നിരിക്കുന്ന അവരോട് നിങ്ങൾ കൂടെ പോരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, പൗലോസ് അവിടെ വളരെ വ്യക്തമായി ജനങ്ങളോട് അല്ലെങ്കിൽ അവരോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ ഞാൻ ആരോടും ആലോചന ചോദിച്ചില്ല, സത്യം. എന്നാൽ ഇന്ന് പൗലോസ് അതിനുശേഷം പറയുകയാണ്, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും പിന്നെ ഞാൻ കണ്ടില്ല. പക്ഷെ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും ഇവരെല്ലാം വീണ്ടും ഒന്നിക്കുന്നതും. കാരണം ക്രിസ്തുവിന്റെ സാക്ഷ്യം, ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷ, ക്രിസ്തുവിലൂടെയാണ് എന്നുള്ള സത്യസുവിശേഷം ജനങ്ങളിലേക്ക് അറിയിക്കുവാൻ ചെന്നപ്പോൾ
അവിടെ എന്റെ ജന്മം മുതൽ നമ്മളെ വിളിച്ചു വേർതിരിച്ച ആ ദൈവം നമ്മളിൽ വെളിപ്പെടുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തില് ഇന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത്, ഇവിടെ പൗലോസ് പറയുന്ന ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ലീഡേഴ്സിന്റെ ഒരു പൊസിഷനെ ഒന്നും പൗലോസ് നോക്കിയില്ല എന്നാ പറയുന്നത്. ഇവിടെ ഈ ഒരു സാഹചര്യം വെച്ച് നമ്മൾക്ക് കോശി പറഞ്ഞതും ഇതിനു മുമ്പേ ഉള്ള ഗലാത്യർക്ക് എഴുതിയ അവർക്കുണ്ടായ അനുഭവം വെച്ചുമെല്ലാം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യവുമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സുവിശേഷത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അതിനെ വളരെ അധികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പലതരത്തിലുള്ള ടീച്ചിങ്സ്, പലതരത്തിലുള്ള സുവിശേഷങ്ങൾ, പലതരത്തിലുള്ള ഉപദേശങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആദിമസഭയിൽ പൗലോസിന്റെ കാലശേഷം അല്ലെങ്കിൽ ആദിമസഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ എ ഡി 300കളിലാണ് മരിച്ചവരോടുള്ള പ്രാർത്ഥന. അതുപോലെ AD 1079 ജപമാല കൊന്തയുടെ ഉപയോഗം. AD 1950 യേശുവിന്റെ മാതാവ് സ്വർഗാരോഹണം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കയറി വരികയുണ്ടായി ഈ സുവിശേഷ ഇതിന് ശേഷം. എന്നാൽ ആ കാലയളവെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലയളവിൽ ഏതെല്ലാം തരത്തിലുള്ള ഉപദേശങ്ങൾ കടന്നു വരുന്നുണ്ട്, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് സത്യസുവിശേഷം, ഏതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട സുവിശേഷം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പൗലോസ് ഗലാത്യർക്ക് എഴുതുന്നുണ്ട്, ശരിയാണ്. അന്ന് അവരുടെ സാഹചര്യത്തിൽ, അവരുടെ ഇടയിൽ ഉണ്ടായ കലക്കത്തിൽ അവരെ രക്ഷയെ ഉറപ്പിക്കുവാൻ, അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഗലാത്യർക്ക് അവരെ പൗലോസ് തന്റെ പാരമ്പര്യത്തെക്കുറിച്ചും അതിലുള്ള ഇതിലെല്ലാം വ്യക്തമായി പൗലോസ് അവിടെ പറയുക, തന്റെ ശുശ്രൂഷയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്നെ വിളിച്ച ദൈവമാണ് എനിക്ക് ഈ അറിവ് തന്നത്, വെളിപ്പാട് തന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് കാണുവാൻ സാധിക്കും പലതരത്തിലുള്ള ഉപദേശങ്ങൾ. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെല്ലാം ADയുടെ ആദിമ കാലഘട്ടത്തിൽ കയറി വന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ന്യൂ ജനറേഷൻസ് ചർച്ച് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി തിയോളജി, ഇങ്ങനെയുള്ള പല ആചാരങ്ങൾ അല്ലെങ്കിൽ പല പല പുതിയ സുവിശേഷങ്ങൾ കയറി വരുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കുവാൻ പറ്റും? പൗലോസ് തന്റെ ലേഖനത്തിലൂടെ പറയുന്നത് പോലെ ആ വിശ്വാസത്തെ, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നമുക്ക് മുറുകെ പിടിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇന്ന് പൗലോസ് തന്റെ ലേഖനത്തിലൂടെ പറഞ്ഞു നിർത്തുമ്പോൾ, മുൻപേ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നെന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നിട്ട് ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഒരു ഭാഗത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കയറി വരുന്ന ദുരുപദേശങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഞാൻ ഈ ഒരു സംഭവം നേരത്തെ പള്ളിയിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഹൈദരാബാദ് ദേശത്ത് പുതിയ ഒരു ഉപദേശം കടന്നു വരുന്നുണ്ട്. അത് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു തൻ്റെ തിരുവത്താഴ ശുശ്രൂഷ അത് നടത്തിയത് രാത്രിയിലാണ്. അതുകൊണ്ട് നമ്മൾ തിരുവത്താഴ ശുശ്രൂഷ രാത്രിയിലെ നടത്തുവാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യുവാൻ പാടുള്ളൂ, അല്ലാതെ പകല് ചെയ്യുന്നത് തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ഉപദേശം ഈ ഒരു ഹൈദരാബാദ് ദേശത്തിന്റെ ചുറ്റളവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ പല പല ന്യൂ ജനറേഷൻ ചർച്ചസ്, അതുപോലെ പ്രോസ്പെരിറ്റി തിയോളജി, പ്രോസ്പെരിറ്റി ഗോസ്പൽ, ഇങ്ങനെയൊക്കെ പല ഉപദേശങ്ങൾ, പല കാര്യങ്ങളെല്ലാം നടന്നു വരുന്ന ഈ കാലയളവിൽ ആ സത്യവിശ്വാസത്തെ നമുക്ക് എങ്ങനെ മുറുകെ പിടിക്കാം? ഞാൻ ഒരു ഭാഗം വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ പൗലോസ് ഈ ലേഖനത്തിലൂടെ എല്ലാം എഴുതുമ്പോൾ പൗലോസ് അതിനും ഇത് പറയുന്നുണ്ട്. 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീയോ ആരോടും പഠിച്ചെന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയിച്ചും പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതി അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. But as for you, continue in the things that you have learned and of which you are convinced, knowing from whom you learned them and how from childhood you have known the sacred writings, which are able to give you the wisdom that leads to salvation through faith which is in Christ Jesus. All scripture is God-breathed and is profitable for instruction, for conviction, for corrections, for training in righteousness, to live in conformity to God's will, both publicly and privately, behaving honorable with personal integrity and moral courage, so that the man of God may be complete and proficient, outfitted and thoroughly equipped for every good work. ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയാം, നീ ചെറുപ്പകാലം മുതൽ പഠിച്ചതും കേട്ടതും ആയ ദൈവവചനം അതിനെ നീ ബാല്യം മുതൽ അറിഞ്ഞതുകൊണ്ട് നീ അതിൽ തന്നെ നിലനിൽക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സമയമായി ഇങ്ങനെയുള്ള ബൈബിൾ സ്റ്റഡി, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസ കൂട്ടായ്മകൾ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ദുരുപദേശങ്ങൾക്കും ചെവിക്കൊണ്ട് ഇവിടെ നല്ലതല്ല, നീ എന്റെ കൂടെ വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നു. ഇന്ന് ഗലാത്യർക്കെതിരെ ലേഖനം നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഗലാത്യർക്കെതിരെ ലേഖനം വന്ന് എഴുതാനുള്ള സാഹചര്യം അത് എങ്ങനെ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആവും? അതാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ലൈഫിൽ ഇതെങ്ങനെ? എന്റെ ജനനം മുതൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച എന്റെ ദൈവം ഇന്ന് ഇവിടെ എന്നെ ആക്കിയിരിക്കുമ്പോൾ, ഞാൻ ഹൈദരാബാദ് ദേശത്താകുമ്പോൾ, നമ്മളെല്ലാവരും ഇന്ന് ഹൈദരാബാദ് ദേശത്താണ്. ഇവിടെ ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. ഞാൻ ആയിരിക്കുന്ന സഭയിൽ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ഇവിടെയാണ് വരുന്നത്. ഞാൻ ആയിരിക്കുന്ന സഭയിൽ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു യേശുക്രിസ്തുവിന്റെ വെളിപ്പാടുണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരെയും വിളിച്ചുകൊണ്ട് വേറെ ഇടത്തേക്ക് പോവുകയാണോ? ആ ഒരു സഭയുടെ ഉത്തരവാദിത്വത്തിന് അതിന്റെ അടിയിൽ നിന്നുകൊണ്ട്, കാരണം നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഇത് പഠിച്ചോളൂ. എന്നാൽ നമ്മൾ മുന്നോട്ടെല്ലാം വരുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ സാധിക്കുമായിരിക്കും. നമ്മളൊരു സഭയുടെ അടിയിലായിരിക്കുമ്പോൾ അതിന്റെ അടിയിൽ സഭയുടെ അണ്ടറിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിനോജ് ചാച്ച. സോ ഇപ്പൊ 2 സെഷനും എടുത്ത കോശാനും മിനോജ് ചാച്ചനും താങ്ക്സ് അലോട്ട്. അതുപോലെ നമ്മുടെ ഈ മീറ്റിംഗിൽ ഓപ്പണിംഗ് പ്രെയർ നടത്തിയ മിഥുൻ ഭായിക്കും, പിന്നെ സോങ്സിന് ഹെൽപ്പ് ചെയ്ത ആഷ്ലി ഭായി, രശ്മി ചേച്ചി, എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അച്ഛൻ ഒരു വിസിറ്റിലാണ്, അതുകൊണ്ട് അച്ഛന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കോളേജിൽ നിന്ന്. അതുപോലെ ഇന്ന് നമ്മുടെ കൂടെയുള്ള ആഷ്ലി ഭായിയുടെ, രശ്മി ചേച്ചിയുടെ മോള് സെറീന്റെ ബർത്ത്ഡേ ആണ്. സോ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സെറീന് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി സാറ്റർഡേ വൈകിട്ട് വേണോ അതോ അതിലും നല്ലത് സൺഡേ വൈകിട്ട് വെക്കുന്നതാണോ എല്ലാവർക്കും കൺവീനിയന്റ് എന്നുള്ള ഒരു
ഇതുണ്ടായിരുന്നു. അച്ഛനും ചോദിച്ചായിരുന്നു. അച്ഛനും അതുപോലെ വിസിറ്റ്സ് നടത്തുന്നത് യൂഷ്വലി സാറ്റർഡേ ആണ്. അതുകൊണ്ട് അച്ഛൻ സജസ്റ്റ് ചെയ്ത് ഫ്രൈഡേ ഈവനിങ് ആണ്. പക്ഷേ മിക്കവരും ഓഫീസിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഫ്രൈഡേ ഈവനിങ് കൺവീനിയന്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു സൺഡേ ഈവനിങ് ആയ എല്ലാവർക്കും കുഴപ്പമുണ്ടോ? സൺഡേ ഈവനിങ് സെയിം ടൈം 8 or 8:30. ആരുടെയും അതോ സാറ്റർഡേ തന്നെയാണോ എല്ലാവർക്കും? കേൾക്കാവില്ലേ? സാറ്റർഡേ ആയിരിക്കും ബെറ്റർ. സാറ്റർഡേ ആണല്ലോ ശ്രീത ചേച്ചൻ, സാറ്റർഡേ എന്നാണോ പറഞ്ഞത്? സാറ്റർഡേ അല്ലെങ്കിൽ പിന്നെ ഫോർത്ത് സൺഡേ വെക്കരുത്. ഫോർത്ത് സൺഡേ നമ്മുടെ BHL ഓക്കെ ഓക്കെ, ഫോർത്ത് സൺഡേ ഉണ്ടല്ലേ? ശരി. അത് ഫോർത്ത് സൺഡേ ആണോ അതോ ലാസ്റ്റ് സൺഡേ ഓഫ് എവറി മന്ത് ആണോ? അല്ല, 4th Sunday, നിതിൻ. ഓക്കെ, അപ്പൊ ഫോർത്ത് സൺഡേ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, നമുക്ക് സാറ്റർഡേ ഈവനിങ് തന്നെ വെക്കാം. ഫ്രൈഡേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഓഫീസിൽ പോകുന്നതുകൊണ്ട്. സോ ഓക്കെ, നമുക്ക് സാറ്റർഡേ തന്നെ. ഓക്കെ, അതുപോലെ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സോ നെക്സ്റ്റ് ബൈബിൾ സ്റ്റഡി നമുക്ക് നെക്സ്റ്റ് മന്ത് ഇതുപോലെ തന്നെ ഫോർത്ത് സാറ്റർഡേ. അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ അതിന്റെ ചാപ്റ്റർ ഏതാന്നുള്ളത് പറയാം. സോ ക്ലോസിംഗ് പ്രയറിനായിട്ട് മാത്യു വിപിൻ ലീഡ് ചെയ്യുന്നതായിരിക്കും ക്ലോസിംഗ് പ്രയർ. കേൾക്കാമോ? കേൾക്കാം. Let us bow our heads and pray. Oh Lord, our Heavenly Father, praise your name, Lord. Praise you. We thank you for this time, Lord, togetherness, Lord, over this Zoom call, for this Bible study, Lord. I thank you for this time that you've given us in our lives to spend some time to meditate on your word together. Oh Lord, I thank you for your word that you've revealed to us, oh Lord. I thank you for the words you've spoken through Koshishine and Shine, oh Lord. Thank you for reminding us of what is central to our faith, Lord, of what we cannot achieve through our works and what we can only achieve what we've been given, Lord, for your grace. I thank you for the introspection, Lord, during this last 1 hour, as we think about how do we fit that message in today's world and in our lives, Lord. I pray that you lead us. I pray that your Holy Spirit continues to move us and guide us as we live in our lives and we try to think of what you want us to do, Lord, through what you've spoken to us through your word. Oh Lord, I pray that you bless our congregation and our church. I pray to you for Arjun. I pray to you for Nitin and all the leaders who are leading the youth, these young couples movement. I pray to you for all the other groups in the church, oh Lord. Oh Lord, I pray that you continue to lead us, my Father, and that we may be able to glorify your name. Lord, I pray to you for the coming week and until we meet again. I pray to you for Seven who's celebrating a birthday today. Bless her, oh Lord. I pray to you for each one of us who joined today. Oh Lord, if it be your will, I pray that you allow us to attend the church service, each one of us and everyone in the church who wishes to attend the church service tomorrow, that you may remove any obstacles that may come in our way, oh Lord. Oh Lord, move us forward. Thank you once again for this day. In Jesus' name we pray. Amen. Okay, thank you all. നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം August 15th യൂത്തും യങ് കപ്പിൾസ് ഫെലോഷിപ്പും കൂടെ ജോയിന്റ് ആയിട്ട് റിട്രീറ്റ് ഉണ്ട് August 15th. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ ബി ഏബിൾ ടു ജോയിൻ ഫോർ ദാറ്റ്. അപ്പോൾ നാളെ പള്ളിയിൽ എല്ലാവർക്കും കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you all. Good night.